DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വിഷുവിനോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ നേരത്തെയാക്കി സർക്കാരിൻ്റെ ഉത്തരവെത്തിയിരിക്കുകയാണ്. നല്ലൊരു ശതമാനം പേർക്കും മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ ഒരുമിച്ച് ചേർന്ന് 4000 രൂപയായി കയ്യിലെത്തുന്ന സാഹചര്യവും വന്നു ചേരുകയാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. 2026 ഏപ്രിൽ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വിഷു പ്രമാണിച്ച് നേരത്തെ വിതരണം ചെയ്യുന്നതിനുള്ള അനുമതി നൽകി ധനകാര്യ വകുപ്പ് മാർച്ച് 15-ന് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഉത്തരവ് പ്രകാരം ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ മാർച്ച് 31-ാം തീയതി മുതൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് സ്വീകരിക്കേണ്ടതാണെന്നും അറിയിപ്പിലുണ്ട്. ഏപ്രിൽ 15-നാണ് വിഷുവെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന് നടക്കുന്നതിനാൽ അതിനു മുൻപായി തന്നെ വിഷുമാസ പെൻഷൻ 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുമെന്ന് ഈ ഉത്തരവ് പ്രകാരം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന് നടക്കുന്ന സാഹചര്യത്തിൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം ഒടുവിലായിട്ടായിരിക്കും വിതരണം തുടങ്ങുക. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നവർക്ക് മാർച്ച് അവസാന തീയതികളിൽ തന്നെ തുക ലഭിക്കുമെങ്കിലും വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവരിൽ പലർക്കും ഏപ്രിൽ ആദ്യ ആഴ്ചയിലൊക്കെയായിരിക്കും തുക എത്തിച്ചേരുക. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്ക് 2-3 ദിവസം കൊണ്ട് തുക ക്രെഡിറ്റ് ആകുമെങ്കിലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ 7 മുതൽ 10 ദിവസം വരെ എടുക്കാറുണ്ട്. അതേസമയം മാർച്ച് 31 മുതൽ തന്നെ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവും വിഷുവിനോടനുബന്ധിച്ച് വിതരണത്തിന് തയ്യാറാകും. ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ ഏപ്രിൽ മാസ പെൻഷനും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേർന്നു തുടങ്ങും. ബാങ്ക് അക്കൗണ്ടുകളിൽ ദിവസങ്ങൾ ഇടവിട്ട് മാർച്ച് ഏപ്രിൽ മാസ പെൻഷൻ എത്തുമ്പോൾ വീടുകളിലേക്ക് സ്വീകരിക്കുന്നവർക്ക് പലയിടത്തും 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ജീവനക്കാർ കൈമാറുന്ന അവസ്ഥ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നേരത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ബാധിക്കാതിരിക്കാനായി മാർച്ച് ഏപ്രിൽ മെയ് എന്നീ 3 മാസങ്ങളിലെ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവ് ധനവകുപ്പ് ഇലക്ഷൻ പ്രഖ്യാപനം വരുന്നതിന് മുൻപായി മാർച്ച് 2-ന് ഒരുമിച്ച് ഇറക്കിയിരുന്നു. അതിനാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചെങ്കിലും മാർച്ച് ഏപ്രിൽ മെയ് എന്നീ 3 മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നതിന് സർക്കാരിന് തടസ്സം നേരിടുകയില്ല. ഏതായാലും നിയമസഭാ തിരഞ്ഞെടുപ്പും വിഷുവും പ്രമാണിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ വിതരണം കുറഞ്ഞ ദിവസങ്ങളുടെ ഇടവേളകളിൽ തന്നെ സംസ്ഥാനത്തുണ്ടാകും. ഏപ്രിൽ 9-ന് മുൻപായി തന്നെ ഭൂരിഭാഗം പേർക്കും ഈ 2 മാസത്തെ ക്ഷേമ പെൻഷനും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. വീടുകളിൽ ക്ഷേമ പെൻഷൻ നേരിട്ട് സ്വീകരിക്കുന്ന പലർക്കും 2 മാസത്തെ തുകയും ഒരുമിച്ച് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ തീയതി അടുത്ത ആഴ്ചയോടെ വ്യക്തമാകും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഏതാനും ദിവസങ്ങളുടെ ഇടവേള മാർച്ച് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ തീയതികൾ തമ്മിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന 60 വയസ്സിൽ താഴെ പ്രായമുള്ള മാർച്ച് 31-നകം നൽകേണ്ട സാക്ഷ്യപത്രം ജൂൺ 30-നകം നൽകിയാൽ മതി എന്നൊരു അറിയിപ്പും വന്നിട്ടുണ്ട്. അടുത്തയാഴ്ച ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ തീയതി അറിയിപ്പ് എത്തുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.